പ്രതിപക്ഷ പ്രതിഷേധം കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ കൂടിയാണ്. വാച്ചൻവാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലും ഒന്നും തള്ളും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കുറെ കൂടി കടക്കുന്നു മനസ്സിലാകും. നേരെ പോവാം. പൊതുവിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഈ സമയത്തും ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം സമ്മതിക്കാത്തത് അവരുടെ ആഭാസ സമരമാണ് സാർ. എന്റെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി NCERT നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാനും പ്രതിഫലിപ്പിക്കാനും എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ട് സാർ? പ്ലീസ് 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 യെസ്, ഉത്തരം പറഞ്ഞോ. അപ്പയിൽ കാര്യമായ കയ്യാങ്കളി നടക്കുന്നു എന്ന് വിചാരിക്കണം. പൂർണ്ണമായ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമല്ല എങ്കിൽ കൂടിയും സഭാ TV അത്തരം പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ തരാറില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ കാര്യപ്പെട്ട പ്രതിഷേധവും കയ്യാങ്കളിയും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ശബ്ദങ്ങൾ ബഹളത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അംഗങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉന്തും തള്ളതെ സഭയുടെ നടുത്തളത്തിലേക്ക് എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഭരണപക്ഷ അംഗങ്ങൾ കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ടുള്ള കയ്യാങ്കളിലേക്ക് പോകും. അതിലേക്ക് പോകും. ശ്രീ പി കെ ബഷീർ പ്ലീസ്. തൽക്കാലം ചോദ്യോത്തരം സ്പീക്കർ ഇപ്പോൾ മൈക്ക് ഓഫ് ആക്കിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സഭ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് സ്പീക്കർ ചർച്ച നടത്തുകയാണ്. സ്വാഭാവികം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? ഇപ്പോൾ ഇന്ന് വാച്ചൻവാർഡിനെ നേരത്തെ തന്നെ കളത്തിലിറക്കിയിരുന്നു. സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തരുത് എന്നാവശ്യപ്പെട്ടപ്പോൾ സാജു വിശദാംശങ്ങളുമായി ചേരുന്നു. സാജു, ഇന്നലെയും മെനഞ്ഞാന്നും കാണാത്ത തരത്തിൽ കുറെ കൂടി കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നു. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ, ഇപ്പോൾ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖാമുഖം എത്തുന്ന കാഴ്ചയാണ് നമ്മൾ അവസാന നിമിഷങ്ങളിൽ ചോദ്യോത്തരവേളയുടേത് കണ്ടത്. പ്രധാനമായും പ്രതിപക്ഷത്തിന് ഇന്ന് സ്പീക്കറുടെ മുഖം മറയ്ക്കാൻ കഴിയാത്ത വിധം വാച്ചാൻവാർഡിനെ നിരത്തി നിർത്തിക്കൊണ്ടുള്ള പ്രതിരോധമായിരുന്നു തീർത്തിരുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി പ്രതിപക്ഷത്തെ അംഗങ്ങൾ, IC ബാലകൃഷ്ണനെ പോലുള്ള അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി വാച്ചാൻവാർഡുമായി ഉന്തും തള്ളിലേക്കും എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതോടുകൂടി മന്ത്രി ശിവൻകുട്ടി വാച്ചാൻവാർഡിനെ ആക്രമിക്കുന്നു, അവർക്ക് സംരക്ഷണം നൽകണം എന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുന്നേക്ക് എത്തി. അതോടുകൂടി ഭരണകക്ഷി MLA മാർ കൂടി സഭയുടെ നടുത്തളത്തിലേക്ക് എത്തി. ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും മുഖാമുഖം വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതോടുകൂടി സ്പീക്കർ AN ഷംസീർ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു താൽക്കാലികമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുമ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ ചോദ്യോത്തരവേള റദ്ദാക്കാതെ മുന്നോട്ട് പോകുക എന്ന സമീപനമായിരുന്നു സ്പീക്കർ സ്വീകരിച്ചത്. ഭരണപക്ഷത്തുനിന്ന് ചോദ്യം ചോദിച്ച MLA മാരും മറുപടി പറഞ്ഞ മന്ത്രിമാരുമൊക്കെ പ്രതിപക്ഷത്തെ കണക്കിന് കൊട്ടുകയും ചെയ്തു. സ്പീക്കർ അടക്കമുള്ളവർ കുട്ടികൾ ഗാലറിയിലുണ്ട്, അവർ ഇതല്ല ജനാധിപത്യം എന്ന് കണ്ടു പഠിക്കരുത് എന്ന കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ മുതിർന്നത്. ഇങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. പ്രതിപക്ഷ അംഗങ്ങൾ വാച്ചാൻവാർഡിനെ തള്ളി മാറ്റാൻ കൂട്ടത്തോടെ ശ്രമം നടത്തി. ഇതോടുകൂടി ഭരണകക്ഷി അംഗങ്ങൾ കൂടി നടുത്തളത്തിലേക്ക് എത്തുകയായിരുന്നു. സഭാ നടപടികൾ ഇതോടുകൂടി പ്രക്ഷുബ്ധമായി മാറുകയാണ് ഉണ്ടായത്. തുടർന്നായിരുന്നു സ്പീക്കർ AN ഷംസീർ താൽക്കാലികമായി സഭ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ സഭയിൽ ചോദ്യോത്തരവേളയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു പ്രതിപക്ഷം തങ്ങളുടെ സമരത്തിന്റെ രീതി മാറ്റിയത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക പൂർണ്ണമായും എന്ന ഒരു നിലപാടിലേക്ക് പ്രതിപക്ഷം മാറിയിരുന്നു. രാവിലെ മുതൽ തന്നെ സഹകരിക്കുന്നില്ല എന്ന കാര്യം പ്രതിപക്ഷം പ്രഖ്യാപിച്ചതാണ്. ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി അനിവാര്യമാണ്, അതിൽ നിന്ന് തങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടായിരുന്നു പ്രതിപക്ഷം സഭയിൽ തുടക്കം മുതൽ തന്നെ ഇന്ന് സ്വീകരിച്ചിരുന്നത്. തുടർന്ന് പ്ലക്കാർഡുകളുമായി അതുപോലെ ബാനറുമായും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരുന്നിരുന്നു. പക്ഷേ ഡയസിന് മുന്നിൽ ഇന്നലത്തേതുപോലെ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പല സമയത്തും കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല. വാച്ചാൻവാർഡിനെ നിർത്തിക്കൊണ്ട് നേരത്തെ തന്നെ പ്രതിരോധിക്കുക എന്ന ഒരു മറുതന്ത്രം ഇന്ന് ഭരണപക്ഷം ആവിഷ്കരിച്ചു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ചോദ്യോത്തരവേള ഏറ്റവും
ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷം സമരത്തിന്റെ രീതി മാറ്റിയത് സ്പീക്കറുടെ ഡയസിലേക്ക് കയറുക എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചില അംഗങ്ങൾ വാച്ചാൻ വാർഡിനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. അതോടുകൂടിയാണ് ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാർ അടക്കമുള്ളവർ നടുത്തളത്തിലേക്ക് എത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുന്ന കാഴ്ച കണ്ടത്. ഇതോടുകൂടി സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു സ്പീക്കർ എൻ ഷംസീർ. മൂന്നാം ദിവസവും നിയമസഭ സ്തംഭിച്ചിരിക്കുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ, സ്വർണ്ണപ്പാളി മോഷണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉയർത്തുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ 3 ദിവസമായി, കഴിഞ്ഞ 2 ദിവസവും സഭാ നടപടികൾ തടസ്സപ്പെട്ടപ്പോൾ കക്ഷി നേതാക്കളുടെ യോഗം സ്പീക്കർ വിളിച്ചിരുന്നില്ല. ഇന്നൊരു സമവായത്തിന്റെ നീക്കം ആദ്യം ഗവൺമെന്റ് നടത്തിയിരുന്നു. സ്പീക്കർ രാവിലെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നു. പക്ഷേ സഭാ നടപടികളോട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസം സഭാ നടപടികൾ തടസ്സപ്പെട്ടപ്പോഴും യോഗം വിളിക്കാതിരുന്ന സ്പീക്കറുടെ നിലപാടിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് കക്ഷി നേതാക്കളുടെ യോഗം രാവിലെ ബഹിഷ്കരിച്ചത്. വളരെ കൃത്യമായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കാതെ സഭയ്ക്കുള്ളിൽ പ്രതിഷേധത്തിന്റെ അലമാലകൾ ഇന്നും തീർക്കുക എന്നത് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ തന്ത്രം. അവർ അത് ആദ്യ മിനിറ്റുകൾ കൊണ്ട് പ്രകടിപ്പിച്ചിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, ഒപ്പം ഗാലറിയിലുള്ള കുട്ടികൾ ഇതൊന്നുമല്ല കണ്ടുപഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന സമരം ജനാധിപത്യ വിരുദ്ധമാണ് എന്ന സന്ദേശം നൽകാനായിരുന്നു സ്പീക്കറുടെയും ഭരണപക്ഷത്തിന്റെയും ഒക്കെ ഇന്നത്തെ നീക്കം. അപ്പോഴും തങ്ങൾ ഉയർത്തിയ വിഷയത്തിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. സഭയ്ക്കുള്ളിൽ ഭരണപക്ഷത്തു നിന്നും പരിഹാസങ്ങൾ ഉണ്ടാകുമ്പോഴും കള്ളന്മാരാണ് ഭരണപക്ഷത്തുള്ളവർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തിന് ഇന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലേക്ക്, ചോദ്യോത്തരവേള റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചോദ്യോത്തരവേളയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷം സമരം കൂടുതൽ കടുപ്പിച്ചത് വാച്ചാൻ വാർഡിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തി. അതോടുകൂടി ഭരണപക്ഷം കൂടി നടുത്തളത്തിലേക്ക് എത്തി. കാര്യങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും മുഖാമുഖം വരുന്ന അവസ്ഥയിലേക്ക് സഭയ്ക്കുള്ളിൽ എത്തുന്നു. ഇതോടുകൂടിയാണ് സ്പീക്കർ ഇന്നത്തെ സഭാ നടപടികൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ. അങ്ങനെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. പ്രതിപക്ഷം രാവിലെ മുതൽ പ്രതിഷേധിക്കാൻ തുടങ്ങിയെങ്കിലും അതിനെ ഗൗനിക്കാതെ ഭരണപക്ഷം മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ച് നടുത്തളത്തിലേക്ക് ഇറങ്ങി സഭ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം എത്തുകയായിരുന്നു.